പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ക്രമീകരണം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുകയും ഇന്ന് സഭയോട് കൈമാറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, 2 വർഷമായി നമ്മളിവിടെ കൂടി വരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ഉപദേശ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ദൈവവചനം എന്നതാണ് ഉപദേശിക്കുന്നത് എന്നാണ് നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ചിലപ്പോഴൊക്കെയും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ധാർമ്മികമായ ഒത്തിരി കാര്യങ്ങളെ നമ്മൾ അറിയേണ്ടതും ക്രമീകരിക്കേണ്ടതും പാകപ്പെടുത്തേണ്ടതുമുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവവചനം പറയുന്നത് പോലെയുള്ളൊരു ജീവിതം കെട്ടിപ്പടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ നിത്യതയോളം എത്തിക്കുന്ന ദൈവവചനം, അടിസ്ഥാനപരമായ ദൈവവചനം നമ്മെ ഉപദേശിക്കുമ്പോൾ തന്നെ നാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, അല്ലേ? നമുക്കൊരു രൂപാന്തരപ്പെട്ട ശരീരം ലഭിക്കുന്നത് വരെ നമ്മൾ ഈ ആക്ഷരിക ശരീരത്തിൽ തന്നെയാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, സൗഖ്യം ആവശ്യമാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതിനെല്ലാം പരിഹാരം വരുത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. പക്ഷേ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ കൃത്യമായി പരിഹരിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ദൈവസ്ഥനിൽ നിന്ന് ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ക്രമീകരണം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, അപ്പോൾ തന്നെ സഭയിലെ പ്രായമായവർ, അത് മുതിർന്ന പൗരന്മാർ എങ്ങനെയായിരിക്കണം, മുതിർന്ന സ്ത്രീകൾ എങ്ങനെയായിരിക്കണം, അപ്പോൾ തന്നെ യൗവനക്കാരത്തികൾ എങ്ങനെയായിരിക്കണം, യൗവനക്കാർ എങ്ങനെയായിരിക്കണം, ഒരു ശുശ്രൂഷകൻ സഭയിൽ എന്ത് ഉപദേശിക്കണം, എങ്ങനെ നടക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയും വളരെ ശക്തമായ ഭാഷയിൽ തീത്തോസിനോട് പൗലോസ് ഉപദേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പും, അപ്പോൾ തന്നെ ഒരു ശുശ്രൂഷകൻ ദൈവസഭയിൽ ആയിരിക്കേണ്ടത് എങ്ങനെയെന്നുമൊക്കെയും ഇതിൽ സവിസ്തരം ഉപദേശിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ദുരുപദേശ കോട്ടകൾക്കെതിരെയും അല്ലെങ്കിൽ ഈ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവരുടെ എതിരെ നിൽക്കുന്ന 2 വ്യക്തി ജീവിതമാണ് പൗലോസും തീത്തോസും. അപ്പോൾ ദൈവം ഏൽപ്പിച്ച ഈ ശുശ്രൂഷ കൃത്യമായി ചെയ്യണമെങ്കിൽ ദൈവസഭയിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ക്രമീകരണം ആവശ്യമാണ്. ആ ക്രമീകരണത്തിലൂടെ ദൈവം തൻ്റെ സഭയെ പണിതെടുക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇടവും വലവും നോക്കാതെ കൃത്യമായിട്ട് ദൈവസഭയിൽ നിൽക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഈ അധ്യായത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്നത് ശുശ്രൂഷകൻ എന്ന നിലയിൽ തീത്തോസിനെ തന്നെയാണ്. അതിനുശേഷം മാത്രമാണ് സഭയിലുള്ളവരെ ഉപദേശിക്കുവാനും നന്നാക്കുവാനും പറയുന്നുള്ളൂ. ആദ്യം തന്നെ നന്നാവേണ്ടത് സഭയിലെ ശുശ്രൂഷകനാണ്. ഇവിടെ പറയുകയാണ്, ആദ്യത്തെ വാക്യം വായിക്കുകയാണ്, നീയോ പത്യോപദേശത്തിന് ചേർന്നത് പ്രസ്താവിക്കാം. ദൈവവചനത്തിൽ ആദ്യമായിട്ട് തന്നെ പറയുകയാണ്, തീത്തോസിനോട് പറയുകയാണ്, നീ പത്യോപദേശത്തിന് ചേർന്നത് പ്രസ്താവിക്കുക. POC ബൈബിളിൽ വായിച്ചാൽ നീ ശരിയായ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. വളരെ വ്യക്തമാണല്ലേ? ശരിയായ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കാര്യങ്ങൾ നീ പഠിപ്പിക്കണം. ഇതാണ് നമ്മൾ 2 വർഷമായി തുടർന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള വിശ്വാസം എങ്ങനെയാണ്? റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ദൈവവചനത്തെ കൃത്യമായി വിഭജിച്ച് പഠിച്ച് മനസ്സിലാക്കി ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന സത്യങ്ങളെ സഭയെ പഠിപ്പിക്കുക, അല്ലെ? കൃത്യമായ ഉപദേശം നൽകുക എന്നുള്ളത് തീത്തോസിനോട് പറയുകയാണ്. 8-ാം വാക്യത്തിൽ പറയുകയാണ്, ആക്ഷേപിച്ചു കൂടാത്ത പത്യവചനമുള്ളവനായിരിക്കാം ശുശ്രൂഷകരോട് പറയുകയാണ്. 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത് ഒരു സഭയിലെ ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, അപ്പോൾ തന്നെ സഭയിലെ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെയായിരിക്കണം, അപ്പോൾ തന്നെ സഭയിലെ യുവതികളും യുവാക്കന്മാരും എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു, അല്ലേ? ഭാര്യമാരെ കുറിച്ച്, അല്ലെങ്കിൽ യുവതികളെ കുറിച്ച്, യൗവനക്കാരത്തികളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, അല്ലേ? ആദ്യം അവിടെ പറയുകയാണ് ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും. അപ്പോൾ ഭാര്യ ആരെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത്? ഓർഡർ അനുസരിച്ച് വരുമ്പോൾ ഭർത്താവിനെ,
അതിനുശേഷം കുട്ടികളെ, അല്ലേ, അതിനുശേഷം വീട്ടുകാര്യങ്ങളെ, ഇങ്ങനെ ഓരോന്നും ക്രമമായി എന്ത് ചെയ്യണം? എല്ലാം ക്രമമായി ക്രമീകരിക്കുന്ന യുവതികളായിരിക്കണം ദൈവസഭയിൽ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ യൗവനക്കാരോടും യുവാക്കന്മാരോടും അതിൻ്റെതായ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. വ്യാഖ്യാനം ആവശ്യമില്ല. വൃദ്ധന്മാരോടും വൃദ്ധമാരോടും യുവാക്കളോടും യുവതികളോടും അപ്പോൾ തന്നെ ശുശ്രൂഷകനോടും ദൈവവചനത്തിൽ കൃത്യമായി പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിക്കുകയാണ്. 2:7 പറയുന്നത് കണ്ടു, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കുക. തിരുവചനത്തെ ഉപദേശിക്കുമ്പോൾ പഥ്യവചനമുള്ളവനായിരിക്കണം എന്നാണ് ശുശ്രൂഷകരെ കുറിച്ച് പറയുന്നത്, അല്ലെ? പഥ്യവചനം 100% സത്യസന്ധമായിട്ടുള്ള വചനം. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ തിരുവഴുത്തുകളിൽ മായം ചേർക്കുന്നവരെ പോലെയല്ല, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നവരെ പോലെയല്ല. ദൈവവചനം സത്യമായും കൃത്യമായും ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്, അതിൽ കൂട്ടിച്ചേർക്കുന്നില്ല. അപ്പോൾ ആക്ഷേപിച്ചു കൂടാത്ത ഒരു വചനവിരുദ്ധ പരാമർശവും ഉപദേശിക്കരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? വചനവിരുദ്ധമായ പ്രസ്താവനകൾ പ്രസ്താവിച്ചാൽ മറ്റുള്ളവർക്ക് അത് പരിഹസിക്കുവാനും സഭയ്ക്ക് അതിൻ്റെ പേരുദോഷം വരുവാനും അല്ലെങ്കിൽ ശുശ്രൂഷകന് മങ്ങലേൽക്കുവാനും ഇടയായിത്തീരും. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുവല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഈ ജഡത്തിൽ വസിക്കുന്നവരാണ്, നമുക്ക് കുറവുകൾ ഉണ്ടാകും, അല്ലേ? എന്നാൽ ഈ കുറവുകൾ വരുമ്പോൾ അതിനെ പരിഹരിക്കുക, അതിനെ ക്രമീകരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. പ്രൈസ് ലോർഡ്. അതിൻ്റെ 11 വാക്യം വായിക്കുകയാണ്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഈ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, സകലർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുകയാണ്, അല്ലേ? എന്നിട്ട് പറയുകയാണ്, ഈ ഭക്തികേടും പ്രപഞ്ചമോഹവും എല്ലാം വർജിച്ചിട്ട് സുബോധത്തോടെ ഈ ലോകത്ത് ജീവിക്കുവാൻ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ലോകത്തിലെ തിന്മകളിൽ നിന്നും വേറിട്ട് നിൽക്കുവാനും അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയായി ജീവിക്കുവാനും ഒരു ദൈവ പൈതലായി ജീവിക്കുവാനും ഇന്ന് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ഘടകം എന്താണ്? ഈ രക്ഷാകരമായ ദൈവകൃപയും അതിൽ നിന്ന് ലഭിച്ച ഉപദേശവും അതിൻ്റെ പ്രത്യാശയുമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? ശിക്ഷിച്ചു വളർത്തുന്നത്. പ്രിയമുള്ളവർക്ക് മനസ്സിലായോ? ഇന്ന് നമ്മൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ, കുട്ടികളെ സ്കൂളിൽ വിടണമെങ്കിൽ അവരെ ശിക്ഷിച്ചു വളർത്തണമല്ലേ? രാവിലെ മുതൽ എണീക്കുവാൻ പറയണം, ബ്രഷ് ചെയ്യാൻ പറയണം, ദിനചര്യകൾ ചെയ്യുവാൻ പറയണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ പറയണം, ഡ്രസ്സ് ചെയ്യാൻ പറയണം. കൃത്യമായിട്ടുള്ള സമയത്ത് വണ്ടിയിൽ കയറ്റി നമ്മൾ എന്ത് ചെയ്യും? സ്കൂളിലേക്ക് വിടുകയാണ്. സ്കൂളിലേക്ക് വിടുവാൻ വേണ്ടി നമ്മളെ ആ കുട്ടിയെ ശിക്ഷിച്ച് പരിപാലിച്ച് അതിനെ കെയർ ചെയ്യുകയാണ്, അല്ലേ? ഒരു കുഞ്ഞു കുട്ടിക്ക് മാതാപിതാക്കന്മാരുടെ പരിചരണം ആവശ്യമാണ്, ഒരു ശിക്ഷണം ആവശ്യമാണ്. ഇതുപോലെ എല്ലാ മേഖലയിലും ആവശ്യമാണ്, ഒരു തൊഴിൽ മേഖലയിലും ആവശ്യമാണ്, അല്ലേ? അവരെയൊക്കെയും പരിചരിക്കുന്ന ഒരു പിന്നിൽ നിന്ന് നയിക്കുവാൻ ഒരാൾ വേണം, അല്ലേ? അവരെയൊക്കെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ നയിക്കുവാൻ ഒരാൾ വേണം, അല്ലേ? ശിക്ഷിച്ചു വളർത്തണം, അല്ലേ? ഇവിടെ പറയുകയാണ്, നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനും താനൊരു നല്ല വ്യക്തി ജീവിതമായി തീരുവാനും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നത്? ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ ശിക്ഷിച്ചു വളർത്തേണ്ടത് ആരാണ്? എപ്പോഴും പുറകെ നിന്നുകൊണ്ട് ഒരാള് അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, സഹോദരൻ അങ്ങനെ ചെയ്യ്, സഹോദരി ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞ് ഓരോരുത്തരും പുറകെ നിന്ന് ചെയ്യേണ്ട കാര്യമാണോ ആത്മീയത? ഒരിക്കലുമല്ല. ഇവിടെ പറയുകയാണ്, രക്ഷാകരമായ ഈ ദൈവകൃപയും ആ ദൈവകൃപ ഉദിച്ചതിന്റെ സന്തോഷത്തിൽ സത്യം മനസ്സിലാക്കിയപ്പോൾ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. ഈ സുവിശേഷമാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പോൾ തന്നെ പറയുകയാണ്, ഈ പ്രപഞ്ചമോഹങ്ങളും അല്ലെങ്കിൽ ഭക്തികേടും എല്ലാം വർജിക്കേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു, അല്ലെ? ശിക്ഷിച്ച് പരിപാലിക്കുന്നു. അപ്പോൾ ഇവിടെ
ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച കൃപയുടെ ഈ സുവിശേഷവും, അപ്പോൾ തന്നെ ഈ ഉന്നതമായിട്ടുള്ളൊരു പ്രത്യാശയും ഒരു ലക്ഷ്യബോധം നമുക്കുള്ളത് കൊണ്ടാണ് നാം ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നതും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവിക കാര്യങ്ങളെ കേൾക്കുവാനും ദൈവിക കാര്യങ്ങളെ പഠിക്കുവാനും നാം കടന്നു വന്നിരിക്കുന്നത്. ആരാണ് നമ്മളെ ഇന്നിങ്ങോട്ട് പറഞ്ഞ് തള്ളിവിട്ടത്? ആരാണ്? വീട്ടിൽ നിന്ന് ആരെങ്കിലും വടിയെടുത്തിട്ട് പള്ളിയിൽ പോടാ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടതാണോ ആരെങ്കിലും? അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? പള്ളിയിൽ പോകുവാനും ഒക്കെയതിനും വടിയും ഒക്കെ എടുത്ത് ശിക്ഷിച്ച് ഓടിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇന്ന് ഈ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ പ്രത്യാശയാണ് നമ്മുടെ പുറകിൽ നിന്നുകൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ആത്മീകമായി വചനം കേൾക്കുവാൻ, വചനത്തെ ചിന്തിക്കുവാൻ, വചനത്തെ ധ്യാനിക്കുവാൻ, വചനത്തെ പഠിക്കുവാൻ, ഇതെല്ലാം പിന്നെയും പിന്നെയും നമ്മളെ ശിക്ഷിച്ച് മുന്നോട്ട് വളർത്തിയെടുക്കുന്നത് ഈ പ്രത്യാശയും ഈ ദൈവവചനവും ഈ പത്യോപദേശവുമാണ്. മനസ്സിലായോ? നമുക്ക് ആ ഉന്നതമായിട്ടുള്ള പ്രത്യാശ, ആ സ്വർഗത്തിൽ എത്തുമെന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ശിക്ഷിച്ച് നമ്മളെ വളർത്തുന്നത്. ഈ ശിക്ഷിച്ച് വളർത്തുക എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് വരെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കുന്നത്. വാസ്തവമായും ആ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നടക്കുന്നുവെങ്കിൽ നമുക്കുള്ള ശിക്ഷകൻ എന്ന് പറയുന്നത്, ശാസകൻ എന്ന് പറയുന്നത് ഈ ദൈവവചനമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. താഴേക്ക് വായിക്കാം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അല്ലെ? നമ്മളെ ഇങ്ങനെ ആക്കി തീർക്കേണ്ടതിന് അവിടെ എന്തു വിലയാണ് കൊടുത്തത്? നമുക്കറിയാം, ഒരു പ്രൊജക്റ്റ്, നമുക്കിവിടെ ഒരു പാലം പണിയണമെങ്കിൽ, ആ പാലം പണിയണമെങ്കിൽ അതിന്റെ പുറകിൽ ഒത്തിരി അധ്വാനമുണ്ട് അല്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് കടക്കുവാൻ ഒരു പാലം പണിതു അല്ലേ? പാലം പണിതപ്പോൾ അതിലൂടെ കടന്നു പോകുവാൻ ഒരു വഴിയായി. ഇതുപോലെ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകറ്റപ്പെട്ട ബന്ധത്തെ ഒരു പാലം പണിത് സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാനുള്ള ഒരു കാര്യം ആര് ചെയ്തു? കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചു. ദൈവവുമായി യാതൊരു ബന്ധമില്ലാതിരുന്ന നമ്മെ ആ ദൈവത്തോട് അടുപ്പിക്കുവാൻ കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നു. ഇവിടെ പറയുകയാണ്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശാണ്. ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്നതാണ് ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഭാഗ്യപദവിയും അനുഗ്രഹവും ഭൗതികമായും ആത്മീകമായും ഒരുക്കപ്പെട്ട് ക്രമീകരിക്കപ്പെട്ട് ആ നിത്യതയിൽ ചെന്നെത്തിയാൻ ഉള്ള വഴിയൊരുക്കി തന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. അതിന്റെ BOC ബൈബിളിൽ പറയുകയാണ്, ഈ കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക, തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കൃത്യമായി ഇവിടെ പറയുകയാണ്, മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സഭയിൽ നീ എന്തുപദേശിക്കണം, സഭയിലെ മുതിർന്ന പൗരന്മാർ, മുതിർന്ന സ്ത്രീകൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ തന്നെ യൗവനക്കാരും യുവതികളും എങ്ങനെയായിരിക്കണം? നമുക്ക് വേണ്ടി രക്ഷാകരമായ ഒരു പ്രത്യാശയുള്ളൊരു സുവിശേഷം ദൈവകൃപ ഉദിച്ചിരിക്കുകയാണ്. അതിൽ നിന്നുകൊണ്ട് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആ ശിക്ഷണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തു സകലതും ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം? ഇവിടെ പറയുകയാണ്, പൂർണ്ണ ഗൗരവത്തോടെ. എന്താണ് പറയുന്നത്? തികഞ്ഞ അധികാരത്തോടെ, പൂർണ്ണ ഗൗരവത്തോടെ ഇത് പറഞ്ഞു കൊടുക്കുക ദൈവസഭയിൽ. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് ഇന്ന് പകലിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സത്യങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ ക്രമീകരിക്കപ്പെടുമ്പോൾ അവിടെയാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. നമ്മളെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്താൽ ദൈവം പ്രസാദിക്കണമെന്നില്ല. നമുക്ക് യോശുവയുടെ പുസ്തകം ഒന്നെടുക്കാം. അതിന്റെ 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഓരോന്നോരോന്നും നിർത്തി നിർത്തി നമുക്ക് വായിക്കാം. എന്നാൽ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ സേറഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. യോശുവ യെരിഹോവിൽ നിന്ന് ബേഥേലിന് കിഴക്ക് ബേഥാമിന്റെ സമീപത്തുള്ള ഹായിയിലേക്ക്
ആളുകളെ അയച്ച് അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ഒറ്റുനോക്കുവേ എന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായിയെ ഒറ്റുനോക്കി. യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന് അവനോട്, ജനം എല്ലാം പോകണമെന്നില്ല. ഹായിയെ ജയിച്ചടക്കുവാൻ 2000-3000 പോയാൽ മതി. സർവ്വജനത്തെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ഷെബാരിം വരെ പിന്തുടർന്ന് മലഞ്ചെരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. നിർത്തി വായിക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. അവിടുത്തെ സന്ദർഭവും പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാം. അവിടെ ഇതാ ഇസ്രായേൽ മക്കൾ ദൈവകൽപ്പന ലംഘിച്ച് ആകാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശപിതാർപ്പിത വസ്തുക്കളിൽ ചിലതെടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം നിഷേധിച്ചിട്ടുള്ള അരുത് എന്ന് പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങളെ എന്ത് ചെയ്തു? ആകാൻ എന്ന് പറയുന്ന മനുഷ്യനെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം അവർ ഒരു പട്ടണത്തെ പിടിച്ചടക്കുവാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഇത്ര വലിയ പട്ടണമൊന്നുമല്ല, എങ്ങനെയെങ്കിലും 2000 പേരെ മാത്രം അയച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം അവിടെ എടുക്കുകയാണ്. അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ കുറേ മാനുഷികമായിട്ടുള്ള തീരുമാനങ്ങളും ആശയങ്ങളും അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചെയ്യാതെ ചില കാര്യങ്ങൾ ഈ മനുഷ്യർ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ദൈവം ഇവരെ അത്ഭുതകരമായി ചെങ്കടലിൽ നിന്നൊക്കെയും ചെങ്കടലിൽ വിഭജിച്ച് അവിടെ നിന്ന് ഈ മനുഷ്യരെ രക്ഷിച്ചു കൊണ്ടുവരികയാണ്. ഇത്ര വലിയ മഹാ അത്ഭുതങ്ങൾ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തവർ അത്ഭുതകരമായി മുന്നോട്ട് കടന്നു വരികയാണ്. എന്നാൽ ഈ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ പറയുകയാണ്, അവിടേക്ക് എല്ലാവരെയും അയച്ച് കഷ്ടപ്പെടണമെന്നില്ല, ചുരുക്കം പേര് മാത്രമേ അവിടെ ഉള്ളൂ, നമുക്ക് നിസ്സാരമായി അവരെ തോൽപ്പിക്കാം എന്ന് ഓവർ കോൺഫിഡന്റ് മനുഷ്യർക്ക് വരികയാണ്. യോശുവയാണ് യുദ്ധം നയിക്കുന്നത്. ഇവിടെ ദൈവത്തോട് ആലോചന കഴിക്കുന്നതായിട്ട് ഒന്നും കാണുന്നില്ല. എന്നാൽ എന്തു പറ്റി? അവിടെ പറയുകയാണ്, ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുൻപിൽ തോറ്റോടി. ഇസ്രായേൽ ഹായി പട്ടണത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ഈ പട്ടണക്കാരോട് തോറ്റോടുകയാണ്. താഴേക്ക് പറയുകയാണ്, ഹായ് പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. ഇസ്രായേലിലെ 36 പേരും മരിച്ചു വീഴുകയാണ്. അവരുടെ ഹൃദയം, ഈ ജനത്തിന്റെ ഹൃദയം വെള്ളം പോലെ ഒഴുകിപ്പോയി എന്ന് പറയുന്ന അവരുടെ ഉള്ള കോൺഫിഡന്റും വിശ്വാസവും ഇതെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ഹൃദയം വെള്ളം പോലെ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞാൽ ഹൃദയം ഉറച്ചിരിക്കേണ്ടതായിരുന്നു. പക്ഷേ വെള്ളം പോലെ, ബലൂണിൽ വെള്ളം നിറച്ച് കുത്തിവിടുന്നത് പോലെ പെട്ടെന്ന് അവരുടെ ഹൃദയം ഒഴുകിപ്പോയി എന്നാ പറയുന്നത്. എന്താ കാരണം? ശക്തനായ ദൈവത്തിന്റെ കരത്തിന് കീഴിൽ വളരെ ശക്തിയോടുകൂടെ മുന്നോട്ട് വന്നപ്പോൾ അതിനിടയിൽ ഒരുവൻ ചെയ്ത പാപം, എന്നാൽ ഒരുവൻ ചെയ്തു, ആ പാപം ചെയ്തു. പക്ഷേ യോശുവ ഇതൊന്നും അറിയുന്നില്ല, ആരും ഇതൊന്നും അറിയുന്നില്ല. ശരിയാണ്, സമ്മതിച്ചു, അവൻ ചെയ്ത പാപത്തിന് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ യോശുവയ്ക്ക് പറയാം. പക്ഷേ ഇവിടെ മാനുഷികമായ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആ പട്ടണം ചെറുതാ, എത്രയും പേരൊന്നും അയച്ച് കഷ്ടപ്പെടുത്തണ്ട, നിസ്സാരമായ 2000 പേര് പോയാൽ മതി, നമുക്ക് ജയിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ശരി എന്ന് പറഞ്ഞ് പോയതാ. ഇവിടെ ഇതാ ആ പട്ടണത്തോട് തോറ്റ്, തന്നെയുമല്ല തോൽവി മാത്രമല്ല 36ഓളം വിലപ്പെട്ട ജീവനുകളും നഷ്ടപ്പെട്ട് കടന്നു വരികയാ. എന്തു പറ്റി? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? നമുക്ക് 6-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണുകിടന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താണ്? ക്രമീകരണം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ഇവിടെ ഈ പരാജയം കണ്ട യോശുവ അവന്റെ കൂടെയുള്ള തലവന്മാരും എല്ലാവരും കൂടി തലയിലെല്ലാം പൂഴി വാരിയിട്ടുകൊണ്ട് വസ്ത്രങ്ങളൊക്കെ കീറി ദൈവസന്നിധിയിൽ വന്ന് ശ്രേഷ്ഠാംഗം വീഴുകയോ അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഓടുകയോ. വസ്ത്രം കീറുക, തലയിൽ കുഴി വാരിയിടുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വചനത്തിൽ പലയിടത്തും കാണാം. അവർ വളരെ വലിയൊരു പരാജയത്തിന്റെയും ദുഃഖത്തിന്റെയും കഷ്ടതയുടെ നടുവിൽ അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് തലയിൽ പൂഴി വാരിയിടുക, വസ്ത്രം വലിച്ചു കീറുക. അപ്പൊ അങ്ങനെയൊക്കെയും ചെയ്ത് വലിയൊരു പരാജയം അനുഭവിച്ച് ഈ ജനം ഇവിടെ വരികയാണ്. 7-ാമത്തെ വാക്യം വായിക്കാം. അയ്യോ കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനക്കരെ കൊണ്ടുവന്നത് എന്ത്? ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു.
യഹോവയെ ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറംകാട്ടിയ ശേഷം ഞാൻ എന്ത് പറയേണ്ടു? കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റിവളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേർ മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് യോശുവ പറഞ്ഞു. Praise the Lord. ഇവിടെ യോശുവ വസ്ത്രം കീറി തലയിൽ പൊഴിയും വാരിയിട്ടുകൊണ്ട് അയ്യോ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പറയുകയാണ്. എന്താണ് പറയേണ്ടത്? ദൈവമേ, ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. എന്താണ് ഞങ്ങളുടെ കുറവ്? എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്നായിരുന്നു ചോദിക്കേണ്ടത്. പക്ഷേ യോശുവ പറയുന്ന കാര്യമാണ്, ദൈവമേ, ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് ശത്രുക്കൾക്ക് പരാജയപ്പെടുവാൻ വേണ്ടിയാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? എന്തോ ദൈവം എന്തോ അപരാധം ചെയ്തു എന്നുള്ള രീതിയിലാണ് യോശുവ പറയുന്നത്, അല്ലേ? അങ്ങനെ യോശുവ പറഞ്ഞു നിർത്തിയപ്പോൾ അതിന്റെ 10-ാം വാക്യം ദൈവത്തിന്റെ മറുപടിയാണ് ശ്രദ്ധേയം. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിർത്തി വായിക്കാം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇത് ആ ചരിത്ര സംഭവത്തോട് കൂടെ ഇങ്ങനെ വായിച്ചു പോകുമ്പോഴാണ് ദൈവത്തിന്റെ മനോഭാവം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അവിടെ യോശുവ ഇങ്ങനെ വസ്ത്രം കീറിക്കൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ ദൈവം എന്താണ് പറയുന്നത്? യഹോവ മോശയോട് അവിടെ ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? അല്പം കോപത്തോടു കൂടിയും ശകാരത്തോടു കൂടിയും തന്നെയാ ദൈവം അവിടെ പറയുന്നത്. നീ എന്തിനാണ് എന്റെ മുൻപിൽ വന്ന് ഇങ്ങനെ കരയുന്നത്? എഴുന്നേൽക്ക്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. യോശുവയുടെ പ്രാർത്ഥനയിലും യോശുവയുടെ വാക്കുകളിലും ദൈവം എന്തോ ഞങ്ങൾക്ക് പരാജയം വരുത്തി എന്നുള്ള നിലയിലാ പറയുന്നത്. ഞങ്ങളൊക്കെ വളരെ നീതിമാന്മാരായിട്ട് കാര്യങ്ങളൊക്കെ യുദ്ധങ്ങളൊക്കെ ചെയ്ത് അയ്യോ ദൈവമേ ഞങ്ങൾ തോറ്റുപോയല്ലോ, ഇതിനാണോ ദൈവമേ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങൾ തോറ്റു തൊപ്പിയിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവത്തെ കുറ്റം ചാരി പറയുമ്പോൾ ദൈവം പറയുകയാണ്, നീ എന്തിനാ എന്റെ മുൻപിൽ കിടന്ന് കരയുന്നത്? നീ എഴുന്നേൽക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ സന്ദർഭവശാൽ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ചില പരാജയങ്ങൾ വരുമ്പോൾ, ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഓടിച്ചെന്ന് ദൈവസ്ഥനിൽ നിലവിളിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഈ നിലവിളി ദൈവത്തിന് പ്രസാദകരമായി തീരുന്ന നിലവിളിയാണെങ്കിൽ ദൈവം അതിന് പരിഹാരം വരുത്തും. അതല്ല, നമ്മുടെ ബുദ്ധിമോശം കൊണ്ടും നമ്മുടെ കുറവുകൾ കൊണ്ടും നമ്മുടെ തെറ്റായ പ്രവണതകൾ കൊണ്ടും പരാജയം സംഭവിച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ വന്ന് കരയുമ്പോൾ ദൈവത്തിന് വിധേയ പറയാനുള്ളൂ. നീ എന്തിനാ എന്റെ മുൻപിൽ കിടന്ന് കരയുന്നത്? നിന്നെ ഞാൻ ഉപദേശിച്ചതല്ലേ, പറഞ്ഞു തന്നതല്ലേ, നീ ഇന്നവണ്ണം ചെയ്യാത്തത് കൊണ്ടല്ലേ നിനക്ക് ഇത് സംഭവിച്ചത് എന്ന് ദൈവം പറയുമ്പോൾ അവിടെ ക്രമീകരിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം, അല്ലേ? നമുക്ക് താഴേക്ക് ഒരു വാക്യം കൂടി കടത്തി വായിക്കാം. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്ന നിയമം അവർ ലംഘിച്ചിരിക്കുകയാണ്. അവർ നിഷിദ്ധമായ ശബദാർപ്പിതമായ ചില വസ്തുക്കൾ എടുത്തിരിക്കുന്നു. വായിക്കാം. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറംകാട്ടേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് കാരണം എന്താ പറഞ്ഞത്? ശത്രുവിന്റെ മുൻപിൽ പരാജയപ്പെട്ടിരിക്കുന്ന യോശുവയോടും കൂട്ടരോടും ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിൽക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ദൈവം നീതിമാനാ, നീതി വിട്ട് ആർക്കും ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ഈ ജനം ദൈവത്തോട് ആലോചന കഴിക്കാതെ യുദ്ധം നടത്തി പരാജയപ്പെട്ട് വന്നിരിക്കുമ്പോൾ, തന്നെയുമല്ല തന്റെ ജനത്തിനുള്ളിലുള്ള പാപങ്ങളെ കണ്ടുപിടിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, എല്ലാ നിലകളിലും ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ ഇവരുടെ ജീവിതം തടസ്സമായി നിൽക്കുക. യെശയ്യാ പ്രവാചകനിൽ പറയുന്ന പോലെ, രക്ഷിക്കാനാകാത്ത വിധം എന്റെ കരം കുറുകിപ്പോയോ? നിങ്ങളുടെ പ്രവൃത്തികളും തിന്മകളുമാണ് രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് യെശയ്യായിലൂടെ ദൈവം ചോദിക്കുന്നുണ്ട്. യോശുവയുടെ പരാതി കേട്ടപ്പോൾ ദൈവത്തിന്റെ കരം എന്തോ കുറുകിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഇസ്രായേൽ ശബദാർപ്പിത വസ്തുക്കളിൽ ചിലത് എടുത്തിരിക്കുന്നു, അവർ എനിക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു, എന്റെ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. താഴേക്ക് വായിക്കാം. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. ഈ ശാപം എന്ന് പറയുന്നത് നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നിടത്തോളം കാലം, നമുക്കറിയാം ഇന്ന് ശാപം പൊട്ടിക്കുന്ന ശുശ്രൂഷ, ഭൂതത്തെ ഓടിക്കുന്ന ശുശ്രൂഷ, ഭവനത്തിലെ ബാധകളെ ഒഴിപ്പിക്കുന്ന ശുശ്രൂഷ, ഇതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ?
വല്ല കാര്യവുമുണ്ടോ? ചിലർ വന്ന് നമ്മുടെ ഭവനങ്ങളിൽ വന്നിട്ട് പറയും, ഈ കട്ടള ഇവിടെ ഇരിക്കുന്നതാണ് ശാപമായിരിക്കുന്നത്, അതുകൊണ്ട് ഈ ശാപം എന്ന് പൊട്ടിക്കണം, കട്ടള ഇവിടെ നിന്ന് മാറ്റണം. ചിലർ പറയും, ആ തൊഴുത്ത് അവിടെ പണിത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ശാപകാരണമായിരിക്കുന്നത്, അതുകൊണ്ട് ആ തൊഴുത്ത് പൊളിച്ചു കളയണം. കേൾക്കേണ്ട താമസം. പൈസ ഇല്ലെങ്കിൽ ലോൺ എടുത്ത് കൊണ്ടുവന്ന് ഈ പറഞ്ഞവർക്ക് കാശും കൊടുത്ത് ഇത് പൊളിച്ച് വേറെ പണിയും. എന്നിട്ട് ശാപം വല്ലതും മാറുന്നുണ്ടോ? പണ്ടത്തെ ചങ്ങര തെങ്ങുമ്പോൾ തന്നെ യാതൊരു വ്യത്യാസവുമില്ല. അവരുടെ കടകൾ മാറുന്നില്ല, അവരുടെ പ്രയാസങ്ങൾ മാറുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല. പ്രിയമുള്ളവരെ, ക്രമീകരണം എവിടെയാ ചെയ്യേണ്ടത്? ശാപം നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ട് ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾ ജയിക്കുന്നില്ല, ശത്രുക്കളുടെ മുൻപിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ്. അത് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാനും നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല, ദൈവം പറയുക. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നാം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരമായ നമ്മെയാണ് പൊളിക്കേണ്ടത്. ദൈവത്തിന് ഇരിക്കുവാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയത്തിൽ പണിതു വെച്ചിരിക്കുന്ന ചില ജനലും വാതിലും ഒക്കെയാണ് പൊളിക്കേണ്ടത്, അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ചല്ലാതെ മറ്റു ചില കാഴ്ചകളെ കാണുവാൻ ചില ജനലുകൾ പണിതിട്ടുണ്ട്. ചില വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് കയറി വരുവാൻ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രവേശനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ചില ജനലും വാതിലും പണിതു വെച്ചിരിക്കുക. അതാണ് വാസ്തവത്തിൽ ആദ്യമായി പൊളിച്ചു കളയേണ്ടത്. അല്ലാതെ ലക്ഷക്കണക്കിന് രൂപയും ചെലവഴിച്ച് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാതിലും ജനലും പൊളിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ശാപം മാറുകയില്ല. ക്രമീകരിക്കേണ്ടത് എന്റെ ജീവിതത്തെയാണ്, എന്റെ ഹൃദയത്തെയാണ്, എന്റെ കുടുംബത്തെയാണ്. മനസ്സിലായോ? അല്ലാതെ കട്ടിലയും ജനലും പൊളിച്ചു കളഞ്ഞാലോ, ആ വീട് മാറി വേറൊരു വീട്ടിലേക്ക് പോയാലോ നിങ്ങളുടെ കൂടെ ആ പിശാച് കൂടെ വരുമെന്നല്ലാതെ അത് നിങ്ങളെ വിട്ടുപോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ശാപം, അതായത് നിഷിദ്ധ വസ്തുക്കൾ, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ അപ്പോൾ ഇത് ആരാ നീക്കേണ്ടത്? നമ്മൾ തന്നെയാണ് ക്രമീകരിച്ച് നീക്കിക്കളയേണ്ടത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാ. എന്നിട്ട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇസ്രായേലിൽ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുന്നിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മതി. വളരെ വ്യക്തമായി പറയുകയാണ്, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളുടെ മുൻപിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൽ പാപം കണ്ടിരിക്കുന്നു. ആഗാൻ എന്ന് പറയുന്ന മനുഷ്യൻ ശപഥാർപ്പിത വസ്തു അല്ലെങ്കിൽ നിഷിദ്ധമായ ദൈവം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ പുറകെ പിന്നെയും പോവുകയാണെങ്കിൽ സാത്താൻ അതിൽ കയറി ക്ലെയിം ചെയ്യാൻ കഴിയും. ദൈവം നീതിമാനാ. നീതിയോടുകൂടെ ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ സാത്താൻ തൊടുവാൻ അനുവദിക്കുകയില്ല, അവന് തൊടാനും കഴിയുകയില്ല. മനസ്സിലായോ? പക്ഷേ ആ സംരക്ഷണത്തിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ ശത്രു വന്ന് നമ്മളെ ആക്രമിക്കും, നമ്മൾ പരാജയപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി ക്രമീകരണം പ്രാപിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ ആയി പട്ടണത്തെ ദൈവം പുഷ്പം പോലെ തോൽപ്പിച്ച് ഈ ജനത്തിന്റെ കയ്യിൽ കൊടുത്ത ചരിത്രമാണ് താഴേക്ക് വായിക്കുന്നത്. നിസ്സാരമായി ദൈവത്തെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മുടെ ക്രമീകരണക്കേട് മൂലം, നമ്മുടെ അശ്രദ്ധ മൂലം, ദൈവത്തോട് ചോദിക്കാത്തത് മൂലം, ദൈവത്തോട് ആലോചന ചോദിക്കാതിരുന്നത് മൂലം വലിയ പരാജയവും മരണങ്ങളും അവിടെ സംഭവിക്കുകയാണ്. 36 പേർ മരിച്ചു വീണു. നമ്മുടെ കുടുംബങ്ങളിലും ഇതുപോലൊക്കെ പലരും മരിക്കുമ്പോൾ അപ്പൊ തന്നെ ശുശ്രൂഷകന്മാർ ഓടി വന്ന് പറയും, അവിടെ ശാപമുണ്ട്, അവിടെ അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല പൊടിക്കൈകളും ടെക്നിക്കുകളും ഒക്കെ ചെയ്യും. പക്ഷെ ആരും പറഞ്ഞു കൊടുക്കാറില്ല. നമ്മെ തന്നെ ഒന്ന് ക്രമീകരിച്ച് യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്ന ദൈവമേ, ആ തെറ്റ് ഏറ്റു പറഞ്ഞ് ആ ദൈവസന്നിധി അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ ക്ഷണം നേരത്തെ അടുത്ത നിമിഷം തന്നെ ആ വലിയ വിഷയത്തിനൊരു പരിഹാരമാണ്. ഇത് ജീവിതത്തിന്റെ അനുഭവം കൂടി ചേർത്തിട്ട് ഞാൻ പറയുന്നത്. വചനത്തിന്റെ ആ തെളിവുകൾ ധാരാളം നമുക്കുണ്ട്.
നമ്മൾ ക്രമീകരിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഈ ആലയത്തിൽ വരുവാനിടയായിത്തീർന്നു. ഇവിടെ ഇരുന്ന് അല്പസമയം ദേവസ്ഥനിൽ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേകം നാളുകൾക്ക് ശേഷം എനിക്ക് വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പോഴാണ് ഈ സന്ദേശം ദൈവം തന്നത്. നീ എന്തിനാ എന്റെ മുൻപിൽ ഇരുന്ന് കരയുന്നത്? ക്രമീകരണം പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് എനിക്കും ബാധകമാ, സഭയ്ക്കും ബാധകമാ. ദൈവസന്നിധിയിൽ നമ്മൾ കരഞ്ഞു നിലവിളിക്കേണ്ടത് നല്ല കാര്യമാ. പക്ഷേ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ എൻ്റെ ഹൃദയത്തിൽ അത് ദൈവം തട്ടി ഉണർത്തിയിട്ട് ഞാനിങ്ങനെ പറയാനിടയായി തീർന്നു. ദൈവമേ, എനിക്ക് ക്ലൈം ചെയ്ത് പ്രാർത്ഥിക്കുവാനുള്ള യോഗ്യത ഇല്ല. അതുകൊണ്ട് ഈ വചനത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ആ നിയമത്തിൻ്റെയും ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണയുണ്ടല്ലോ. ദൈവമേ, നമ്മുടെ മന്ത്രിമാരൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ, വലിയ സന്നാഹത്തോടു കൂടി പോകുമ്പോൾ, വഴിവക്കിലിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് കരുണ തോന്നി ആ മന്ത്രി ഒന്ന് ഇറങ്ങി അവന് വേണ്ട ക്രമീകരണം ചെയ്തു കൊടുക്കുന്ന ഒരു കരുണയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു കരുണയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് ഞാൻ ദിവസത്തിൽ പറയാനിടയായി തീർന്നു. കാരണം ന്യായമായി ആ വിഷയത്തിൽ എനിക്ക് കിട്ടാൻ യാതൊരു യോഗ്യതയും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ന്യായവും നീതിയും എൻ്റെ നല്ല സ്വഭാവവും ഒന്നും വെച്ച് ഇത് ദൈവത്തോട് ചോദിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവമേ, ഈ വാക്ക് തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞത്. ദൈവമേ, ഈ മന്ത്രിമാരൊക്കെ പോകുമ്പോൾ, വലിയ വലിയ പണക്കാരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിവെക്കിലിരിക്കുന്ന ഒരു പാവപ്പെട്ടവരോട് കരുണ തോന്നിയിട്ട് അവർ ചെയ്യുന്ന സകല നിയമത്തെയും ഒന്നും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിലെ പ്രധാനമന്ത്രി പോവുകയാണെങ്കിൽ വഴിവെക്കിൽ ഒരു കാഴ്ച കണ്ടു, ഒരു കൂരയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ടവനെ കണ്ടു എന്ന് കരുതുക. സത്യത്തിൽ അവന് ഭവനം വേണമെങ്കിൽ അപേക്ഷ വെക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, സ്റ്റാമ്പ് പേപ്പർ ഒട്ടിക്കണം, ഇത് ഒത്തിരി നൂലാമാല കേസുകളാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഈ പ്രധാനമന്ത്രി നേരെ ഇറങ്ങിക്കൊണ്ട് ഈ മനുഷ്യന് 5 സെന്റ് സ്ഥലവും ഒരു വീടും അവനാവശ്യമായ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ പറഞ്ഞ് എഴുതി കൊടുക്കണ്ട, അത് കൽപ്പിച്ചാൽ മതി അല്ലേ. ഈ പാവപ്പെട്ടവനൊരു കടലാസ് പോലും അനക്കാതെ, ഒരു പഞ്ചായത്തിന്റെ പടി പോലും കയറാതെ അവൻ 5 സെന്റ് സ്ഥലവും ആ വീടും അവന് സുരക്ഷിതമായി പാർക്കുവാനുള്ള ഒരു കരുണ ഈ മന്ത്രിമാർ ചെയ്യുന്നത് പോലെ, ദൈവമേ, അങ്ങനെ ഒരു കരുണ എന്നോട് തോന്നുന്നുവെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? ഇവിടെ യോശുവയുടെ ജീവിതത്തിൽ ഈ യുദ്ധം പരാജയപ്പെട്ടിരിക്കുക. നിയമപരമായി ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ യാതൊരു സാധ്യതയുമില്ല. കാരണം ഇവർ പാപം ചെയ്തിരിക്കുക. പക്ഷേ പാപിയോട് കാണിക്കുന്ന ഒരു കരുണയുണ്ടല്ലോ, അത് ഈ വചനത്തിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്ന കാര്യമാണ്. അങ്ങനെ ദൈവം പലർക്കും ചെയ്തിട്ടുണ്ട്. വചനം വെച്ചിട്ടുള്ള ദൈവം ചെയ്തിട്ടുള്ളത് ദൈവത്തിന്റെ കരുണയിൽ കർത്താവ് സ്വന്തത്തിലേക്ക് വന്നു. ഇസ്രായേലിന് മാത്രമായി, ഞാൻ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് മാത്രമാണ് വന്നത് എന്ന് പറഞ്ഞു. തന്റെ മകൾക്ക് വേണ്ടി അപേക്ഷിച്ച ആ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തിന് മുൻപിൽ കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിയമത്തിനപ്പുറത്തുള്ളൊരു പ്രവൃത്തിയാണ് ദൈവം ചെയ്തത് എന്ന് പറഞ്ഞ് ഈ നിയമത്തെ കൂടാതെ എപ്പോഴും പോയി ആ രീതിയിൽ ക്ലെയിം ചെയ്യാൻ ഒരു ഉപദേശമല്ല ഞാൻ ഈ പറഞ്ഞു തരുന്നതിൻ്റെ ആശയം. നമ്മൾ ബലം ക്ഷയിച്ചിരിക്കുമ്പോൾ, ഇതുപോലെ പരാജയപ്പെട്ടിരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യത പോലും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. ദാനിയേൽ അത് ചെയ്തിട്ടുണ്ട്. ദാനിയേൽ പറയുന്നുണ്ട്, ദൈവമേ, ഞങ്ങളുടെ നീതി കൊണ്ടല്ല, എൻ്റെ നീതി കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ ജനത്തിന് വേണ്ടി, എൻ്റെ പിതാക്കന്മാരുടെ മണ്ണിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവം ആ പ്രാർത്ഥന കേൾക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് വിധേനയും നിയമത്തിലൂടെയോ അല്ലെങ്കിൽ വചനത്തിലൂടെയോ ദൈവസന്നിധിയിൽ നമുക്ക് കയറി ചെന്ന് അവകാശങ്ങൾ വാങ്ങിയെടുക്കാം. കൃത്യമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കും ചെയ്ത ഒരു അപേക്ഷ സമർപ്പിക്കുന്നത് പോലെ വചനത്തിന്റെ കൃത്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ചാൽ അപേക്ഷിക്കേണ്ട താമസമേ ഉള്ളൂ. കാര്യങ്ങൾ കറക്റ്റായിട്ട് ദൈവം ചെയ്തു തരും. അത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായി വരും. ദൈവം ആ കരുണയുടെ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും വചനത്തിലേക്ക് മടങ്ങി വന്ന് ഒരു മകന്റെയും മകളുടെയും അവകാശം പ്രാപിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന, ഒരു ദൈവഭവനത്തിൽ കുടുംബത്തിൽ ജീവിക്കുന്ന മകന്റെയും മകളുടെയും അവകാശത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനിടയായിത്തീരും. ഞാനിത് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കപ്പെട്ട് മറ്റുള്ള ചിന്തയിലേക്ക് പോകരുത്. വളരെ നിർമ്മലമായി ദൈവം എന്നോട് ഇടപെട്ടതും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലേ? ഇവിടെ
യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ പരാജയപ്പെടുവാൻ കാരണമായി തീർന്നത് അവരുടെ ചില ലംഘനങ്ങളാണ്. അത് ക്രമീകരിച്ച് വന്നപ്പോൾ വലിയൊരു വിജയം ദൈവം അവർക്ക് കൊടുത്തു. അപ്പോൾ ദൈവസന്നിധിയിൽ പോയി വ്യർത്ഥമായി കരഞ്ഞതുകൊണ്ടോ, വ്യർത്ഥമായി പ്രാർത്ഥിച്ചതുകൊണ്ടോ, വ്യർത്ഥമായി ജൽപ്പനം ചെയ്തതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. ദൈവത്തിന് ഇതേ പറയാനുള്ളൂ, നീ എന്തിനാ എന്റെ മുൻപിൽ കിടന്ന് കരയുന്നത്? നീ എന്തിനാ ഈ ജൽപ്പനം ചെയ്തത്? എഴുന്നേൽക്കുക, എഴുന്നേറ്റ് മാറിപ്പോവുക, നീ നിന്നെ തന്നെ ക്രമീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ക്രമീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി നിൽക്കുന്നത്. നമ്മെ തന്നെ ക്രമീകരിക്കാതെ നമ്മുടെ വീട് മാറി വേറെ വീട്ടിലേക്ക് പോയത് കൊണ്ടോ, നമ്മുടെ ജനലും വാതിലും കട്ടളയും പൊളിച്ചു കളഞ്ഞത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. ദൈവത്തിന്റെ ആലോചനയ്ക്ക് മുൻപിൽ, ദൈവവചനത്തിന് മുൻപിൽ നാം ഇരിക്കുന്നുവെങ്കിൽ ഏതൊരു പ്രയാസമായിക്കോട്ടെ, ഏതൊരു പ്രതിസന്ധി ആയിക്കോട്ടെ, ഈ ദൈവവചനം തുറന്ന് ആ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചൊരു വാക്കാണ് ക്രമീകരണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ക്രമീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ശത്രു പോലും അതിനെതിരെ നിൽക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. പുഷ്പം പോലെ ആയി പട്ടണത്തോടും യെരിഹോ പട്ടണത്തോടും ചെയ്തതുപോലെ, ചെങ്കടലിന് മുൻപിൽ ചെയ്തതുപോലെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്. ചെങ്കടൽ വിഭജിച്ചപ്പോൾ അവിടെ ശത്രു വന്ന് തടഞ്ഞോ? മന്ന പൊഴിച്ചു കൊടുത്തപ്പോൾ അവിടെ ശത്രു വന്ന് തടഞ്ഞോ? ജോർദാൻ പിളർത്തിയപ്പോൾ അവിടെ ശത്രു വന്ന് തടഞ്ഞോ? ഇവിടെയൊന്നും ശത്രുവിന്റെ പൊടി പോലും കാണാനില്ല. എന്താ കാരണം? ദൈവത്തോട് ചേർന്നവര്, വളരെ അനുസരണമുള്ള ദൈവമക്കളായി അവർ നടന്നപ്പോൾ അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടായില്ല. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, വസ്ത്രം പഴകിപ്പോയില്ല. അവർക്ക് കുടിക്കുവാൻ വെള്ളം കിട്ടി, ഭക്ഷിക്കുവാൻ മന്നയും കാടപക്ഷിയും ദൈവം കൊടുത്തു. അനുസരണക്കേട് കാണിച്ചവർക്ക് അനർത്ഥങ്ങളൊക്കെയും വന്നു ഭവിച്ചു. അനുസരിച്ചവർക്ക് സാത്താൻ എന്നുള്ള പേര് പോലും ഓർമ്മിക്കാത്ത രീതിയിൽ ദൈവം മുന്നോട്ട് നടത്തി. അല്ലേ? നമുക്ക് പലർക്കും വിശ്വാസ ജീവിതത്തിൽ വായെടുത്താൽ സാത്താൻ എന്ന് പറയാനേ നേരമുള്ളൂ. സാത്താന്റെ പോരാട്ടമാണ് ബ്രദറെ, സാത്താനാ ബ്രദറെ. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വയറിന് സുഖമില്ലാതായി കഴിഞ്ഞാൽ എപ്പോൾ പറയും സാത്താനാ ബ്രദറെ. ഒരു പനി വന്നാൽ പറയും സാത്താനാ ബ്രദറെ. ഇവരെ കുറിച്ച് ഓർക്കാനാണോ നമുക്ക് നേരം? എൻ്റെ ഈ 12 വർഷത്തെ ആത്മീയ ജീവിതത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെ കുറിച്ച് പല നാളുകൾ ഓർക്കാതെ പോലും ഇരുന്നിട്ടുണ്ട്, സാത്താനെ കുറിച്ച്. കാരണം ഇവരെ ഓർക്കേണ്ട കാര്യം എന്നിരിക്കുന്നു. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ പരുന്ത് വരികയാണെങ്കിൽ ഈ കുഞ്ഞിക്കോഴി എന്താ ചെയ്യേണ്ടത്? സാത്താനാ ബ്രദറെ എന്ന് പറഞ്ഞിട്ട് പരുന്തിന്റെ വെക്കിട്ട് കയറണോ, അതോ അതിന്റെ അമ്മയുടെ കീഴിലേക്ക് ഓടിപ്പോയി അഭയം പ്രാപിക്കണോ? ഏതാണ് നല്ലത്? ഏതാ ബുദ്ധി? പരുന്തിനെ ഓടിക്കുവാൻ ഇത്രയുള്ള കോഴിക്കുഞ്ഞി ഓടിപ്പോകുന്നതാണോ, അതോ എനിക്ക് സംരക്ഷണം നൽകുന്ന ആ തള്ളക്കോഴിയുടെ ചിറകിൽ മറയിലേക്ക് ഞാൻ മറഞ്ഞിരിക്കുന്നതോ? ഏതാണ് എനിക്ക് നല്ലത്? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നതാണ് നല്ലത്. ശത്രു പോരാട്ടം എത്രയും ആയിക്കോട്ടെ, ഞാൻ ആശ്രയിക്കുന്ന ദൈവം ഇവരെല്ലാവരേക്കാൾ ശക്തനായ ദൈവമാണ്. ഈ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കൊരു വാക്യം വായിക്കാം, റോമാലേഖനം 8:31 വാക്യം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം എന്റെ പക്ഷത്തെങ്കിൽ പ്രതികൂലമാര് നിൽക്കും? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. സങ്കീർത്തനം 118:6 വാക്യം. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ജെറമിയ 20:11 പറയുകയാണ്, എന്നാൽ യഹോവ ഒരു വീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? അപ്പോൾ ദൈവത്തെ അനുകൂലമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് നിൽക്കുക. തീത്തോസിന്റെ ലേഖനം അതിന്റെ 1:5 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. ഇവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടേച്ചു പോയത് എന്തിനാണ്? ശേഷിച്ച കാര്യങ്ങൾ ക്രമത്തിലാക്കണം.
Praise the Lord. ഒരു ദൈവസഭയിൽ ശേഷിച്ച കാര്യങ്ങൾ ക്രമത്തിലാക്കണമെന്ന് പറയുമ്പോൾ വൃദ്ധന്മാർ, വൃദ്ധമാർ, യുവാക്കൾ, യുവതികൾ, കുട്ടികൾ, ശുശ്രൂഷകന്മാർ ഇവരെല്ലാവരും യഥാസ്ഥാനപ്പെട്ട് ക്രമത്തിലാകണം. ഈ ദൈവവചനം നമ്മെ ശിക്ഷിച്ചു വളർത്തുമ്പോൾ ആ പ്രത്യാശയിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുവാനിടയായി തീരണം. മനസ്സിലായോ? യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, അവരുടെ തെറ്റുകൾ മൂലം, ദൈവത്തോട് ആലോചന ചോദിക്കാതിരുന്നത് മൂലം, അവരുടെ ഇടയിൽ പാപമുള്ളത് മൂലം അവർ പരാജയപ്പെട്ടു. എന്നാൽ അവർ ക്രമീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് വലിയൊരു വിജയം ലഭിച്ചു. അപ്പോൾ നമ്മുടെ വീടാണോ പൊളിക്കേണ്ടത്? ഈ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത ജനലും വാതിലുമാണ് പൊളിച്ചു കളയേണ്ടത്. ഞാൻ എന്നെ ക്രമീകരിച്ചാൽ തീക്കട്ടയിൽ ഉറുമ്പരിക്കുകയില്ല എന്ന് പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുന്നവരെ, തീക്കട്ടയിൽ നിൽക്കുന്നവരെ ഇനി ഏതെങ്കിലും ഉറുമ്പ് വന്ന് അരിക്കുമോ? കട്ടുറുമ്പ് വന്ന് അരിക്കുമോ? ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പാലിക്കുന്നുവെങ്കിൽ, അവിടെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ദൈവിക ചിന്തയിലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുള്ളൂ. മനസ്സിലായോ? എപ്പോഴും ശത്രുവിനെ കുറിച്ച് പേടിച്ച് പറിച്ചിരിക്കേണ്ട കാര്യമില്ല. അവനവന്റെ പാട്ടിന് നടന്നോട്ടെ. അവനെ പിടിച്ച് ഗന്ധകം കത്തുന്ന തീപ്പോയില്ലെങ്കിൽ തള്ളിയിടുന്നൊരു ദിവസമുണ്ട്, അല്ലേ? കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും കിടക്കുന്ന ഗന്ധകം കത്തുന്ന തീപ്പോയികയിലേക്ക് സാത്താനതിങ്ങനെ തൂക്കിയെടുത്ത് ആ നരകത്തിന്റെ കുഴിയിലേക്ക് ഇടുന്ന ഒരു ദിവസമുണ്ട്. ഇവരെയാണോ നമ്മൾ എപ്പോഴും പേടിച്ചുകൊണ്ട് നടക്കേണ്ടത്? എന്ത് പറഞ്ഞാലും പോരാട്ടം 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 എന്ന് ഇവരെ പേടിച്ചാണോ നമ്മൾ നടക്കേണ്ടത്? ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, കഥ പലപ്പോഴും പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. ഒരു കിണറിന്റെ വക്കത്തിരുന്ന് ഒരാൾ ഉറങ്ങിയപ്പോൾ സാത്താൻ വന്ന് ഇങ്ങനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, കഥയാണേ, ദയവ് ചെയ്ത് നീ അകത്തു പോയി ഒന്ന് കിടക്കുക. നീ എങ്ങാനും ഉരുണ്ട് കിണറിൽ വീണ് കഴിഞ്ഞാൽ ആൾക്കാർ പറയും അത് സാത്താൻ അവനെ തള്ളിയിട്ടതാണെന്ന് പറയും. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിന്റെ പുറകിൽ ഞാനാണെന്നാണ് പറയുന്നത് എന്നാണ് സാത്താൻ പറഞ്ഞത്. കാര്യം ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കഥയാണെങ്കിലും എന്തിനും ഏതിനും സാത്താനെ നമ്മൾ കുറ്റം പറയണ്ട. അവൻ അപവാദിയാണ്, നുണയനാണ്, നുണയുടെ അപ്പനാണ്. ഇവനുമായിട്ട് നമുക്കെന്ത് ബന്ധം? നമുക്ക് ബന്ധമുള്ളത് പിതാവിനോടും പുത്രനോടുമുള്ള കൂട്ടായ്മയോടുള്ള ബന്ധത്തിലാണ്, ദൈവസഭയോടുള്ള ബന്ധത്തിലാണ്, ദൈവവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അതുകൊണ്ട് ദൈവവുമായി ചേർന്നിരിക്കുക. സാത്താന്റെ കാര്യങ്ങൾ ഓർത്ത് ആവശ്യമില്ലാതെ പേടിക്കാതിരിക്കുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ശത്രുവിനെതിരെ പോകുമ്പോൾ എന്റെ വചനം പാലിച്ചാണ് നീ പോകുന്നതെങ്കിൽ ഒരുവൻ 1000 പേരെ ഓടിക്കും. അതല്ല, നീ എന്നെ വിട്ടിട്ട് തന്നിഷ്ടം ചെയ്യുകയാണെങ്കിൽ ഒരു കരിയില അരങ്ങിയാൽ മതി, നീ ഭയന്ന് വിറയ്ക്കും. ഇതാണ് അവസ്ഥ. ഒരു കരിയില ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ സാത്താൻ എന്ന് പറഞ്ഞ് പേടിക്കുക. നീ ഒരു വഴിയായി ചെല്ലും, 7 വഴിയായി നീ ഓടിപ്പോകും. ദൈവത്തെ വിട്ടുകഴിഞ്ഞാൽ ഒരു വഴി നീ ചെല്ലും ശത്രുവിന് നേരെ, നീ 7 വഴിയായി ഓടിപ്പോകും. സ്കേവായുടെ 7 പുത്രന്മാര് നമുക്കറിയാം, വിവസ്ത്രരായി ഓടിപ്പോയത് നമുക്കറിയാം. സാത്താനെ എതിരെ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കിയതാ. അപ്പോൾ സാത്താൻ എന്താ പറഞ്ഞേ? യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും ഞാൻ കേട്ടിട്ടുണ്ട്, നീ ആര്? യേശുവിന്റെ നാമമൊക്കെ പ്രയോഗിക്കുമ്പോഴേ അതിന് അധികാരമൊക്കെ ഏൽപ്പുള്ളവനായിരിക്കണം. പൗലോസിനെ കുറിച്ച് എന്താ സാത്താൻ പറഞ്ഞത്? പൗലോസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആള് ഇത്തിരി പുലിയാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ എന്ന്. പക്ഷെ യേശുവിനെ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞാൽ ഈ സാധനം പോവും. ഇതൊന്നുമില്ലാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ, ദൈവത്തിന്റെ പത്യവചനത്തിൽ നിലനിൽക്കാതെ, ഈ പത്യവചനം വിട്ട് ഉപദേശം വിട്ട് സാത്താനെ ആട്ടാൻ നടന്നു കഴിഞ്ഞാൽ അവന്റെ കുടുംബം കുട്ടിച്ചോറാവുകയെന്നല്ലാതെ ഒരു തിരിച്ചുവരവുണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ, ഇവിടെ പറയുകയാണ്, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ നിന്ന് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കണം? നാം ക്രമീകരണം പ്രാപിച്ച ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ, ഒരു ശത്രുവിന്റെ പോരാട്ടമോ ഒരു മനുഷ്യനോ നമ്മെ തൊടുവാൻ കഴിയുകയില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവത്തെക്കാൾ ശക്തിയുള്ള എന്തെങ്കിലും പ്രതികൂലം ഇവിടെ ഭൂമിയിലുണ്ടോ? ഇല്ല എന്ന് ഉറപ്പുള്ളവർ
ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. മറ്റുള്ളവരൊക്കെ അവരവരുടെ പാട്ടിന് നടന്നോട്ടെ, അവരെ വിട്ടേക്കുക, അവരിൽ നിന്ന് ഓടിയകലുക. അല്ലേ? കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ചിലരെ വിടാൻ പറയുന്നു, ചിലരെ ഒഴിഞ്ഞു നിൽക്കാൻ പറയുന്നു, അവരുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെ മാറി നിൽക്കാൻ പറയുന്നു. നമ്മൾ പറയുന്നത് കേട്ട് അങ്ങോട്ട് മാറി നിന്നാൽ മതിയെന്നേ. ഓവർ സ്മാർട്ട് കളിച്ച് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ പണ്ടത്തെ രാജാക്കന്മാർക്ക് പറ്റിയതുപോലെയൊക്കെ പറ്റുവരുടെയായി തീരും. ആവശ്യമില്ലാത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടു മരിക്കവരുടെയായി തീർന്ന രാജാക്കന്മാരുടെ ചരിത്രം നമ്മുടെ ബൈബിളിലുണ്ട്. ഒരു കാര്യമില്ലാതെ അഹങ്കാരം കൊണ്ട് ചെന്ന് പെട്ടതാ. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൽ തലയിടരുത്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുതെന്ന് സദൃശവാക്യത്തിലും പറയുന്നുണ്ട്. നമുക്ക് തലയിടാനുള്ളത് ദൈവത്തിന്റെ വചനത്തിലും ദൈവസന്നിധിയിലുമാണ്. ഇത് വിട്ട് ഇടവും വലവും പോകാൻ നമ്മളെ ദൈവം അനുവദിക്കുന്നില്ല. പോയി കഴിഞ്ഞാൽ അപകടമാണ്. ഒരിടയൻ തന്റെ ആടുകളെ മേയ്ക്കുന്നത് പോലെ, ഞാനൊരിടയനാണ്, എൻ്റെ ആടുകളെ ഞാൻ മേയ്ക്കുമ്പോൾ എനിക്കറിയാം ആ ആടുകളെ എങ്ങനെ പരിപാലിക്കണം, അതിൻ്റെ അപകട സാധ്യത എങ്ങനെയാണ്. അതിനെ അപകടമില്ലാത്ത രീതിയിൽ ഞാൻ ആടുകളെ പരിചരിക്കുമ്പോൾ ആ ആടുകൾ എന്നോട് ചേർന്ന് ജീവിച്ചാൽ അവറ്റങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അത് അപകടത്തിൽപ്പെടും, നാശപ്പെടുവാനിടയായിത്തീരും, ചത്തുപോകുവാനിടയായിത്തീരും. ആടുകളെക്കാൾ ബുദ്ധിയും ബോധവും ഉള്ളവരാണ് നമ്മൾ, അല്ലേ? ദൈവം നമ്മളെ നയിക്കുമ്പോൾ, ദൈവം ഇടയനായി ഈ ദൈവസഭയെ നയിക്കുമ്പോൾ, ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിലിരിക്കുവാൻ ആഗ്രഹിച്ചു. പൗലോസിന് ഒന്നിനെ കുറിച്ച് അറിയാത്തവനല്ല, പക്ഷേ എനിക്കറിയേണ്ടത് ക്രിസ്തുവിനെ കുറിച്ചാണ്, എനിക്കറിയേണ്ടത് വചനത്തിന്റെ സത്യങ്ങളെ കുറിച്ചാണ്, എനിക്കറിയേണ്ടത് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, ഇങ്ങനെ ക്രമീകരണം പ്രാപിക്കുന്നുവെങ്കിൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഒരു ശക്തിക്കോ ഒരു ദുഷ്ട ശക്തിക്കോ നമ്മളെ തൊടുവാനോ തകർക്കുവാനോ കഴിയുകയില്ല. നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ്, ആ ദൈവിക സംരക്ഷണത്തിന്റെ വലയത്തിലാണ് എങ്കിൽ സാത്താൻ യോബിന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ദൈവമേ നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ, ഞാൻ എങ്ങനെ അവിടെ കിടക്കും? ദൈവത്തിന്റെ സംരക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ സാത്താൻ അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുകയല്ലാതെ നമ്മുടെ ഭവനത്തിലേക്കോ നമ്മുടെ ജീവിതത്തിലേക്കോ അവൻ പ്രവേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സംരക്ഷണത്തിലായിരിക്കുവാൻ, വളരെ ക്രമീകരണം പ്രാപിച്ചവരായിരിക്കുവാൻ, വിജയം പ്രാപിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം ഈ വചനത്താലും വാക്കുകളാലും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.